നമസ്കാരം. പരിശുദ്ധ കന്യാമറിയത്തിന് യേശു അല്ലാതെ വേറെ മക്കളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കണ്ടു. അപ്പോൾ അതിലൊരു മറുപടി പറയണമെന്ന് തോന്നി. അപ്പോൾ ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ മേലെ കുരിശിൽ കിടന്നുകൊണ്ട് യേശു യോഹന്നാനെ ചൂണ്ടിക്കാണിച്ച് ഇതാ നിൻ്റെ മകൻ എന്ന് മാതാവിനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോടും പറയും. മക്കളുണ്ടെങ്കിൽ നേരെ സ്വന്തം മക്കളല്ലാതെ ഇങ്ങനെ പറയുമോ? അങ്ങനെ ഒന്ന് ചിന്തിക്കാം. പിന്നെ ഈ സർവശക്തനായ പരിശുദ്ധൻ വന്ന് പിറക്കാൻ ദൈവം പ്രത്യേകം ഒരുക്കിയ ഒരു സ്ത്രീയിലെ അല്ലേ വരുള്ളൂ. പിന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവർക്ക് അനുവദനീയമാണ്, അതുകൊണ്ട് ലൈംഗിക ബന്ധമൊക്കെ ഉണ്ടാവും, അങ്ങനെ മക്കളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്ന് എങ്ങനെ എന്ത് പറയുന്നത്? എന്തേരം തെളിവുകളുണ്ടെന്നറിയാമോ? സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർച്ചക്കാരാണെന്നുള്ള കാര്യമൊക്കെ അറിയാം. വെറുതെ ഓരോരുത്തർ ഓരോന്നും പറഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരം ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇതിപ്പോൾ കത്തോലിക്ക സഭ തന്നെ കുറേ ഉണ്ണാക്കന്മാരുണ്ടാക്കിയതാണ്. അഗാധ പാണ്ഡിത്യമുള്ള വേദപാരംഗതനായിരുന്ന സെൻറ്റ് അഗസ്റ്റിനെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ അത്ര പാണ്ഡിത്യമുള്ള ആൾക്കാരും എല്ലാവരും കൂടെ കൂടിയിരുന്ന് പിന്നെ ലോകം മുഴുവനുള്ള ആൾക്കാർ കൂടിയിട്ടാണ് അന്ന് ഈ ബൈബിള് ക്രോഡീകരിക്കുന്നത്. അപ്പോൾ ഈ 1000-ലധികം കയ്യെഴുത്ത് പ്രതികളെല്ലാം വെച്ചിട്ടാണ് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഏറ്റവും ഇതായിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് അത് പ്രാർത്ഥിച്ച് കാണിച്ച സംഗതികൾ മാത്രം, അനുവദിച്ച കാര്യങ്ങൾ മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ 7 പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിരിക്കുക, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് വരുത്താൻ വേണ്ടിയിട്ട്. തോബിത്തിൻ്റെ പുസ്തകമൊക്കെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോരുത്തർ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് പക്ഷേ നമ്മളാരോടും ആരെയും വിധിക്കുന്നില്ല. പിന്നെ എൻ്റെ കൂടെയുള്ള എനിക്കെതിരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് കൽപ്പനകളൊക്കെ പാലിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗ്ഗരാജ്യം ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ മറ്റ് കൂടുതൽ കാര്യങ്ങൾ വെച്ചാൽ ഈ വീഡിയോ നീണ്ടു പോകായതുകൊണ്ട് ചുരുക്കുകയാണ്. എനിക്കങ്ങനെ പറയണമെന്നൊരു പ്രചോദനം വന്നതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, ഞാനൊരു വർഗീയവാദിയോ ഒരു മതത്തിൻ്റെ വിശ്വാസിയോ ഒന്നുമില്ല. യേശു ക്രിസ്തു മതം ഉണ്ടാക്കിയിട്ടുണ്ടോ? സകല ജനത്തിനും വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഭൂജാതനായത്. ആരുടെ സ്വന്തമല്ല, ആർക്കും സ്വീകരിക്കാം. കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ പാപവും ക്ഷമിക്കാൻ സൗജന്യദാനമാണ്. ആ നിമിഷം അനുഭവിച്ചാൽ തീർന്നു. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.